അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഒരു മാസമായി നമ്മുടെ ഷമീർ തിരൂരിനെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചു വരുത്തിയതാണ്. അത് വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ദുന്യാവിൽ അല്ലാഹു തആല വിവിധ പരീക്ഷണങ്ങളൊക്കെ തരുമല്ലോ, അതിലൊരു പരീക്ഷണത്തിൽപ്പെട്ട് ഞാനിപ്പോൾ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നല്ല രീതിയിലല്ല നടക്കുന്നത്. ഈ ഉസ്താദിന് ഒരു മാർഗ്ഗമില്ലട്ടോ നടക്കാൻ. ഒരു ആക്സിഡന്റ് സംഭവിച്ചു വരില്ലേ, ഈ ഉസ്താദിന്റെ കാലം നോക്കി ഇവിടെ കംപ്ലീറ്റ് ക്ലിപ്പാണ്. ഒരു നിലക്ക് ഉസ്താദിന് നടക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദ് നമ്മുടെ മുന്നിൽ വരില്ലായിരുന്നു കേട്ടോ. ഉസ്താദിന് പള്ളിയിൽ പിന്നെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് നടക്കാനുള്ള പ്രയാസം, അല്ലെങ്കിൽ സ്വയം ഒരു തൊഴിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസം, അങ്ങനെയൊക്കെ ഉണ്ട്. ഷമീർ പറഞ്ഞതുപോലെ ഒരു 4 ലക്ഷം രൂപയുടെ ബാധ്യത എനിക്കുണ്ട്. നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സദക്കകളും അതിലേക്ക് തന്നു എൻ്റെ ഈ വിഷയത്തിൽ നിങ്ങൾ പങ്കാളികളാകണം, ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് വിനീതമായി താല്പര്യപ്പെടുക. ഇമാമായി ഏതെങ്കിലും പള്ളിയിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും സഹായം ചോദിച്ച് നമ്മുടെ മുന്നിൽ വരില്ലായിരുന്നു. അത്രയ്ക്കൊരു അവസ്ഥയിലാണ്. ഇനി എന്താ ചെയ്യാന്നറിയാത്തൊരു ഘട്ടത്തിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. എന്നെ ഒരുപാടായി ഉസ്താദ് വിളിക്കും, 1 മാസത്തോളായി. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പോഴാണ് എത്തിപ്പെടാൻ പറ്റിയത്. 30-ലധികം വർഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ ഖത്തീബായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ മതപ്രഭാഷണ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം നിശ്ചലമായി ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ കഴിയുന്ന എന്നെ നിങ്ങൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഷമീർ തിരൂരാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്താട്ടോ. കോതമംഗലത്ത് മുഹമ്മദ് അലി ഉസ്താദിന്റെ വീട്ടിലാട്ടോ. വീടെന്ന് പറയാൻ പറ്റില്ല, വാടക വീടാണ്. ഈ ഉസ്താദ് ഒരുപാട് പള്ളികളിൽ ഇമാമായി നിന്നൊരു ഉസ്താദാണ്. എനിക്ക് ഉസ്താദിന്റെ കൂടെ ഇരിക്കാൻ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയാൻ തന്നെ ഞാൻ ഏറെ ഭാഗ്യവാനാണ് കേട്ടോ. അത്ര ഇൽമ പഠിച്ചൊരു ഉസ്താദാണ്. ഇന്നിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഉസ്താദുമാരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ മദ്രസയിൽ ഇൽമ പഠിച്ചവരാണ്. ഉസ്താദുമാർ ആരാണ്? അത് ഈ പ്രയാസം പറയാൻ കാരണം എന്താ പറയുക പ്രിയപ്പെട്ടവരെ, 2022 വരെ നല്ല രീതിയിൽ ജീവിച്ചൊരു ഉസ്താദാണ്. അത്രമാത്രം ഇഷ്ടമുള്ള ഒരു ഉസ്താദുമാരാണല്ലോ. ഇപ്പൊ 2022 നാട്ടിൽ വെച്ചുണ്ടായ ചെറിയൊരു ആക്സിഡന്റില് ഉസ്താദിന്റെ കാലിന്റെ മേപ്പട്ടേക്ക് കമ്പി ഇട്ടിക്കുക. ഇവിടെ മൊത്തം കമ്പിയാണ്. ഇപ്പോൾ ഉസ്താദിന് ഒരു നിലക്കും നന്നായിട്ട് നടക്കാൻ തന്നെ പറ്റൂല. ഒരു ചെറിയൊരു സഹായം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ പുറത്തിപ്പോൾ വീട് വിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. പുറത്തേക്ക് പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു ബൈക്കാണ്. ഈ എന്താ പറയുക, നമ്മൾ ഈ അംഗവൈകല്യമൊക്കെ ഉള്ള പോലെ യൂസ് ചെയ്യണ ഒരു ബൈക്ക് ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഉസ്താദ് പുറത്തേക്ക് പോവുക. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിന് അത്തീബായിട്ട് മിമ്പറുടെ മേലെ കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലുകൊണ്ട് മേലേക്ക് കയറാൻ പറ്റൂല. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് വീട്ടിൽ തന്നെയാണ്. ഈ ഒരു പ്രതിസന്ധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയോളം കടമുണ്ട്. അത് പല ആവശ്യങ്ങൾക്കായിട്ട് ഇതായതാ. ഇപ്പോൾ ഒരു നിവർത്തിയില്ല ഉസ്താദിൻ്റെ അടുത്ത്. അപ്പോൾ ഉസ്താദ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ എന്താ വെച്ചാൽ, നാളെ പടച്ചോൻ്റെ അടുത്തേക്ക് പടച്ചോൻ വിളിക്കുമ്പോൾ പോകുമ്പോൾ ഈ ദുനിയാവിൽ കടം വെച്ച് പോകാൻ പറ്റൂല ഷമീറെ. എങ്ങനെയെങ്കിലും ഒന്ന് മോൻ വരുമോ, എൻ്റെ പ്രയാസം ഒന്ന് നല്ലവരായ ജനങ്ങളോട് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ഞൊന്ന് പൊട്ടിപ്പോയിട്ടാ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലങ്ങളിൽ അറിവും ഇൽമും ഒക്കെ പഠിക്കുന്നത് ഉസ്താദുമാർ അവർ പറഞ്ഞു തന്ന വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഈ ഒരു ഉസ്താദ് അത്രമാത്രം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ചെറിയൊരു എമൗണ്ട് അല്ലേ, ഒരു 4 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 500-1000 റുപ്യ എടുത്തിട്ട് ഈ ഉസ്താദിനെ ഒന്ന് സഹായിക്കുക. ഈ ഉസ്താദിനെ സഹായിച്ചാൽ ഉസ്താദിന്റെ പ്രശ്നങ്ങൾ തീരൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉസ്താദിന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നും ഉസ്താദിനൊരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ എങ്ങനെയെങ്കിലും പടച്ചോ നടത്തി തരുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമോ? ഉസ്താദിന്റെ വൈഫിന്റെ പേരിലുള്ള നബീസ് താത്താടെ സ്കാനർ വെക്കുന്നുണ്ട് ഇതിൽ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി ഉസ്താദിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളെ കൊണ്ടുള്ള പോലെ 100 രൂപയോ 10 രൂപയോ എങ്ങനെയുള്ള വെച്ചാൽ ഒന്ന് സഹായിക്കുകയോ. ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ആ ഉസ്താദിന്റെ പ്രാർത്ഥനകളിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. നിങ്ങളൊന്ന് സഹായിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ
പല പള്ളിയിൽ ജുമാക്ക് കൂടാറുണ്ട്. ചിലർ യാത്രകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഏത് പള്ളിയാണ് കിട്ടാന്നറിയില്ല. 10-30 വർഷക്കാലം ഈ ഉസ്താദ് ഇമാമായിട്ട് പല പള്ളികളിൽ നിന്നിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ മാമൂമായി പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ള എന്താണെന്നറിയോ, നിങ്ങളൊന്ന് സഹായിക്കണം, മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം. നിങ്ങൾക്ക് പടച്ചോൻ അതിന് നിങ്ങൾ സഹായിച്ചതിൻ്റെ ഒരു 100 ഇരട്ടി പ്രതിഫലം പടച്ചോൻ നിങ്ങൾക്ക് തരും. പൈസ ചിലവാക്കുന്നുണ്ടാവും. ഒരു 100 രൂപ മാറ്റി വെക്കണം ഈ ഉസ്താദിന് വേണ്ടിയിട്ട്.